السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا محمد وآله وصحبه وعترته والصالحين أجمعين وبعد. സഹോദരങ്ങളെ, ഒരു കാലിക പ്രസക്തമായ ശീർഷകം മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫെസ്റ്റാണിത്. പക്ഷേ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരു ശീർഷകം വെച്ച് നടക്കുന്ന ഫെസ്റ്റ് ആയതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ വിഷയം സംബന്ധിച്ച് ധാരാളം മത്സര ഇനങ്ങൾ വരും. അപ്പോൾ പിന്നെ എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ, ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയാതെ ഫെസ്റ്റിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നത് ആകില്ല ഉചിതം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആൾക്കാരാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അറിവുകളുടെ ലോകത്ത് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കടന്നു വരാറുണ്ട്. ഇപ്പം ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ പലരും ഗവേഷണ പഠനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ജീവിതഗന്ധിയായ കാര്യങ്ങൾ വളരെ കുറച്ചേ കാണാറുള്ളൂ. കുറേ സാങ്കല്പിക കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന ഏതോ ഒരു വലിയ ജീവൽ പ്രശ്നം, അതിനൊരു പരിഹാരം, അതിനൊരു കൺക്ലൂഷൻ, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഠനത്തോടെ കിട്ടും എന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ അറിവിന് വേണ്ടി അറിവ് എന്നിടത്ത് നിന്ന് ജീവിതഗന്ധിയായ അറിവുകൾ ശേഖരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഭൗതിക വിഷയങ്ങളാണ്. ഈ ഭൗതിക വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഭൗതിക ജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടിയാണ്. അത് ജീവിത സന്ധാരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പണികൾ എങ്കിൽ അത് മാറ്റി നിർത്തുക. മതം നമ്മൾ പഠിക്കുന്നുണ്ട്. മതം രണ്ട് ജീവിതത്തിൽ നമ്മൾ തീർച്ചയായും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. രണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ, ഒന്ന് വരാനിരിക്കുന്ന ജീവിതം, ഒന്നിപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന സമസ്യകൾ എന്ന് പറഞ്ഞാൽ വിഷമ പ്രശ്നങ്ങൾ, അതിന് പരിഹാരം കിട്ടണം, പരിഹാരമുണ്ടാകണം. പ്രവാചകന്മാരൊക്കെ വന്നിരിക്കുന്നത് പരിഹാരവുമായിട്ടാണ്. ഇപ്പം നമ്മളൊരു മതത്തിൽപ്പെട്ട ആൾക്കാരായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിതവുമായി ഒരു ബന്ധമില്ലാത്ത കുറേ അധികം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് വരുന്നത് തലമുറകളെ ദീനിൽ നിന്ന് അകറ്റും. ദീനാണോ അത് ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. നമ്മൾ ദീനിൻ്റെ കുറേ പാഠങ്ങൾ, ബാബുകൾ പഠിക്കുന്നുണ്ട്. ഈ ബാബുകളൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ
അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. തീർച്ചയായിട്ടും ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ചിലത് വരാനിരിക്കുന്ന ശാശ്വതമായ അറ്റല്ലാത്ത ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് നമ്മൾ ഇബാദാത്ത് എന്നൊക്കെ പറയുന്നത്. ബാക്കി മുഴുവൻ കാര്യങ്ങളും ഈ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഈ ജീവിതവുമായി ബന്ധപ്പെടണം. ആ ബന്ധം കണ്ടെത്തുക എന്നതാണ് പഠിക്കുന്നവൻ്റെയും പഠിപ്പിക്കുന്നവൻ്റെയും വലിയ ബാധ്യത. ഇപ്പം മാനസികാരോഗ്യം, ഇപ്പം നമ്മൾ പുതിയ കാലത്തിൻ്റെ വിലാസമാണ് അതിനൊക്കെ നൽകി വരുന്നത്. UN ലിസ്റ്റ് ചെയ്ത ലൈഫ് സ്കില്ലുകൾ. അങ്ങനെ പറയുമ്പോൾ കുറച്ചൊരു ആകർഷണീയത തോന്നുമായിരിക്കാം. നമ്മൾ പഴയ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യനാകുമ്പോൾ ഒരു അന്തം വേണം, ഒരു കോമൺ സെൻസ്. അന്തം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്ഥലകാല ബോധമില്ലാത്ത അഥവാ അന്തമില്ലാത്ത, എന്തിനാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാർ, കഥയില്ലാത്തവർ. ആ കഥയില്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ദീനുൽ ഇസ്ലാം നമ്മൾ അടിവാരായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഫിഖ് പഠിക്കുന്നു എന്ന് പഠിക്കുന്നുണ്ടല്ലോ. അതിൽ വളരെ ചെറിയൊരു ഭാഗമാണ് ശാശ്വത ജീവിതവുമായി ബന്ധപ്പെട്ടത്. അഥവാ ഇബാദാത്ത്, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ചെറിയൊരു ഭാഗമാണ്. ഫിഖിൻ്റെ പ്രധാന ഭാഗം കിടക്കുന്നത് ജീവിതമാണ്. ഈ ജീവിതം പച്ചയായ ജീവിതം. ഈ ജീവിതം പരലോകത്തിന് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിധികൾ അതിലൊക്കെ ഉണ്ടാകുന്നത്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ നിയമങ്ങളുണ്ട്. അത് പച്ചയായ കുടുംബജീവിതം തന്നെയാണ്. പിന്നെ ആ നിയമങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു നിയമമാക്കിയിട്ടുള്ള നിയമങ്ങൾ കൂടിയാണ്. അത് തെറ്റിച്ചാൽ പരലോകത്ത് കഷ്ടം വരും. അങ്ങനൊരു പ്രശ്നം എല്ലാ ബാബിലുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കാര്യമായിട്ട് ദീനിൻ്റെ പേരിൽ പഠിക്കുന്നത് ഈ ജീവിതമാണ്, പച്ചയായ ജീവിതമാണ്. ഈ മതം, ഈ ദീന് ജീവിതഗന്ധിയായ മതമാണ്. ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പരിപൂർണ ജീവിത വ്യവസ്ഥിതിയാണ്. ആ രീതിയിൽ നമ്മൾ ദീനിനെ പഠിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടണം. പഠിപ്പിക്കുന്നവർ ആ രീതിയിലാണ് ഇതിനെ പഠിപ്പിക്കേണ്ടത്. പഠിക്കുന്നവർ ആ രീതിയിലാണ് പഠിക്കേണ്ടത്. അതവർ തിരിച്ചറിയുമ്പോൾ ഈ ജീവിതത്തിൽ ഇതെങ്ങനെ അനുഷ്ഠിക്കും, ഈ ജീവിതവുമായി ഇതിനെങ്ങനെ ബന്ധിപ്പിക്കും, ഈ ജീവിതത്തിൽ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കും, അത് നിങ്ങൾക്ക് സംശയിക്കണം. നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇങ്ങോട്ടാണ്. എന്തിനേയും നമ്മൾ വിമർശന ബുദ്ധിയാ കാണണം. എന്തുകൊണ്ട്? ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് പടച്ച തമ്പുരാൻ പണ്ടേ കണ്ടിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാൻ ലിക്കൈല യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റസൂൽ. പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലിക്കൈല യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ, ആളുകൾ അള്ളാഹുവിനോട് ന്യായം പറയാതിരിക്കാൻ വേണ്ടി എന്ന് നാടൻ പരിഭാഷ. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ന്യായം പറയും. അള്ളാഹ് ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ദൂതന്മാരെ അയക്കാതെ നമ്മൾ ശിക്ഷിക്കൂല. ഒരു സമൂഹം ദീൻ എന്താണ് എന്ന് എങ്ങനെയും മനസ്സിലാക്കിയിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ ദീൻ പ്രകാരം ജീവിച്ചില്ല എന്ന് ഒരു ചോദ്യം അവൻ അഭിമുഖീകരിക്കേണ്ടി വരില്ല. അവൻ അതിൻ്റെ പേരിൽ ശിക്ഷിക്കൂല. അപ്പോൾ ഇത് യുക്തിഭദ്രമായിട്ട് ജീവിതഗന്ധിയായിട്ട് ഇരിക്കേണ്ട കാര്യമാണ്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഇസ്ലാം ദീനെ പറ്റി പഠിക്കേണ്ടത്. ഈ സ്ഥാപനത്തിലായാലും ഏത് സ്ഥാപനത്തിലായാലും അങ്ങനെ ഒന്നുണ്ട്, അതുണ്ടാവണമെന്നർത്ഥം. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസണിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജീവിതം ചോദ്യമായിട്ട് വരും.
ജീവിതം ചോദ്യമായിട്ട് വരും. വാസ്തവത്തിൽ നമ്മളെ ദീന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഞാൻ ഒന്നങ്ങോട്ട് തുടങ്ങിയതാണ്. നമ്മുടെ ദീന് ഇത് പരിഗണിച്ചുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ ആലിയ അഡ്വാൻസ്ഡ് ഇല്ല ഇവിടെ അഡ്വാൻസ്ഡ് പഠിക്കുന്ന കുട്ടികളുണ്ടാകും. സിലബസിലൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ആലിയ പഠനത്തെ പ്രയും അഡ്വാൻസ്ഡ് രണ്ടായി തിരിച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ആ ഭാഗം, ആ ഒരു ദൗറ എന്തായാലും പറയുക, ആ കോഴ്സ്, അത് പ്രധാനമായും ഊന്നുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലാണ്. എന്ന് വെച്ചാൽ ദീനിൻ്റെ വിധികൾ സാധാരണ ഫിഖ്ഹിൻ്റെ കിതാബ് തന്നെയാണ്. ഫിഖ്ഹ് നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തോടു കൂടിയാണ്. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഉത്തരമാണ് അതിനുള്ളത്. ഒന്ന്, അത് അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതാണ്, അവിടെ പിന്നെ യാതൊരു ചർച്ചയില്ല. അതിന് നമ്മൾ തഅബ്ബുദി എന്ന് പറയും. ഇബാദാത്തിൽ അത് വരുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇബാദാത്ത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പോർഷനാണ്. ഫിഖ്ഹിൻ്റെ സിംഹഭാഗവും കിടക്കുന്നത് ജീവിതമാണ്. അവിടെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം, അവിടെ അള്ള പറഞ്ഞത് കൊണ്ട് എന്നതിൻ്റെ അപ്പുറത്ത്, അള്ള പറഞ്ഞത് എന്നുള്ളത് ശരി, അള്ള ലോജിക്ക് അനുസരിച്ചേ സംസാരിക്കുള്ളൂ. അള്ളേനത് പറഞ്ഞിരിക്കണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ലിക്കൈല യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ. എന്തുകൊണ്ട് അള്ളാഹുവേ നിൻ്റെ വിധി, നിൻ്റെ ദീൻ ഇങ്ങനെ എന്നൊരു ന്യായം പറഞ്ഞാൽ ആ ന്യായം അള്ളാഹു അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മറുന്യായം, അതിൻ്റെ മറുപടി അള്ളാഹിൻ്റെ അടുത്തുണ്ട്. അത് വീക്ഷിച്ചു കൊണ്ടുള്ളതാണ് ഫിഖ്ഹിൻ്റെ ഭാഗങ്ങൾ മുഴുവനും. അപ്പം ഞാൻ പറയുന്നത്, ഇബാദാത്തിൻ്റെ ഭാഗം കഴിച്ച് ബാക്കിയുള്ള ഭാഗം ദീനിൻ്റെ അഹ്കാമുകൾ മുഴുവനും എന്തുകൊണ്ട്. ഇപ്പം ചില കച്ചവടങ്ങൾ പാടില്ല, അല്ലെങ്കിൽ പലിശ തിന്നാൻ പാടില്ല, എന്തുകൊണ്ട്? അതിനൊരു മറുപടിയുണ്ട്. അങ്ങനെ ദീനിൻ്റെ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ടതിനൊക്കെ ഒരു ഒരു മറുപടി ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ ആലിയിൽ പഠിക്കുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. ഇപ്പോൾ ഫിഖ്ഹിൻ്റെ കുറേ കായികകൾ, അത് നിങ്ങൾ അർത്ഥം വെച്ച് പഠിച്ചിട്ട് എന്ത് കാര്യമാണ്? അത് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ കണക്റ്റ് ചെയ്ത് പഠിക്കണം. ഇനിയിപ്പോൾ ഓറിയൻറ്റേഷൻ എന്ന പേരിൽ ഞങ്ങൾ എവിടെ എപ്പോഴെവിടെ അറിഞ്ഞൂടാ. അപ്പോൾ അധ്യാപകരോടും കുട്ടികളോടൊക്കെ പറയാനുള്ളത് അത് തന്നെയാണ്. ഫെസ്റ്റിൻ്റെ തീമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങൾ പാട്ടും പിന്നെ എന്താണ് ഡിബേറ്റുകളും മറ്റൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്തോളും. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല കാര്യം. ഇപ്പം നമ്മൾ ദീനിൽ ഈ നമ്മുടെ കിതാബ് എല്ലാവർക്കും കിട്ടിയിരിക്കണമല്ലോ. ആ കിതാബിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു 15 പേജുകളുണ്ട്. അത് മുഴുവനും ഈ ദീനിൻ്റെ, പരിശുദ്ധ ദീനിൻ്റെ അല്ലെങ്കിൽ ഫിഖ്ഹിൻ്റെ മഖാസിദും അതിൻ്റെ നിദാനങ്ങളും രഹസ്യങ്ങളും ഒക്കെ പറയുന്ന ഭാഗങ്ങളാണ്. ഇപ്പം ദീനിൻ്റെ വിധികൾ, ഒരു ഉദാഹരണം പറയാണ്. ദീനിൻ്റെ വിധികൾ മുഴുവനും നിൽക്കുന്നത് 5 സംഗതികളിലാണ്. മനുഷ്യൻ്റെ ദീൻ രക്ഷിക്കണം, 1. മനുഷ്യൻ്റെ ശരീരം രക്ഷിക്കണം, 2. മനുഷ്യൻ്റെ ധനം സംരക്ഷിക്കണം, 3. മനുഷ്യൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം, 4. മനുഷ്യൻ്റെ അഭിമാനം സംരക്ഷിക്കണം, 5. ഇതൊക്കെ ഈ 5 കാര്യത്തിൽ ഒതുങ്ങുന്നതാണ്. എല്ലാം അവിടെ വന്ന് അവസാനിക്കുന്നതാണ് ദീനിൻ്റെ ഹുക്കുമുകൾ മുഴുവനും. അപ്പോൾ ദീനിൻ്റെ ഹുക്കുമുകൾ മുഴുവനും ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു വിധി ദീനിലുണ്ടാവില്ല. 1. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വിധി ദീനിലുണ്ടാവില്ല. മനുഷ്യൻ്റെ ധനത്തിന് സംരക്ഷണം നൽകാത്ത ഒരു വിധി ദീനിലുണ്ടാകൂല. മനുഷ്യൻ്റെ മാനം സംരക്ഷിക്കാത്ത ഒരു വിധി ദീനിലുണ്ടാകൂല. മനുഷ്യൻ്റെ കുടുംബത്തെ ഇപ്പോൾ ഒരു ജാരസന്താനങ്ങൾ, ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞ മാതിരി, അതിനെ ദീൻ അംഗീകരിക്കൂല. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെ നമ്മളങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയല്ലേ, ബസാറത്ത് എന്ന് പറയും ഞങ്ങൾ മൂലന്മാരുടെ ഭാഷയിൽ. ഒരു ഉൾക്കാഴ്ചയിലാണ് നിങ്ങൾ ദീൻ പഠിക്കേണ്ടത്. 1. രണ്ടാമത്തെ കാര്യം, തംഹീദിയയിൽ പഠിക്കുന്ന കുട്ടികൾ LSRW മെത്തേഡിലാണ്
ആദ്യം പഠനം ആരംഭിക്കേണ്ടത്. ഈ LSR മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പുതിയതുണ്ടാവുകയാണ്. പുതിയതുണ്ടാവുകയല്ല, പഴയത് വരികയാണ്. മനുഷ്യനെ അള്ളാഹു പഠിച്ച കാലം തൊട്ട് ഇന്ന് വരെ ഭാഷ പഠിക്കുന്നത് LSRW മെത്തേഡിലാണ്. ഞാനും നിങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളം കട്ടി ഊരാക്കുടുക്ക് ഭാഷയാണ്. അതിനെന്താ ഉസ്താദെ തെളിവ് അതിൻ്റെ അക്ഷരം 54 ഒക്കെ ഉണ്ട്. അറബി ആകട്ടെ ഇംഗ്ലീഷ് ആവട്ടെ 27, 28, 30 താഴെയുള്ളൂ. ഇരട്ടി അക്ഷരങ്ങളുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത്രമേൽ കടുപ്പമുണ്ട് അതിന് എന്നാണ്. നമ്മളിപ്പോൾ ഒരു ക എന്ന് പറയുകയാണെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് കായാണ്. കാക്ക എന്ന് പറഞ്ഞ ക വേറെയാണ്, നഖം വേറെയാണ്, സംഘം വേറെയാണ്, രംഗം വേറെയാണ്. ഇപ്പം 4 അങ്ങനെ ഓരോ പലതും 2, 3, 4. ഇത്രമേൽ ദുഷ്കരമായ നമ്മുടെ മാതൃഭാഷ അത് നമുക്ക് പൂ പോലെ സ്വന്തമാക്കാൻ പറ്റുമെങ്കിൽ അറബി ഇംഗ്ലീഷൊക്കെ സ്വന്തമാക്കാൻ പറ്റും. നമ്മളെങ്ങനെയത് പഠിച്ചത്? നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത്, ഞാനിതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? കുറേ ആളുകൾ ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കണം. അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നിങ്ങനെ പറയും. നമ്മളൊക്കെ മാതൃഭാഷ സംസാരിക്കുന്നുണ്ട്, അറബികൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പം അറബി ഭാഷ കടുപ്പാണെങ്കിൽ 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? കാരണം അറബി ഭാഷ കടുപ്പാണ്. അറബി ഭാഷ കടുപ്പാണെങ്കിൽ അറബികൾ കടുപ്പുള്ള ഭാഷ ആയതുകൊണ്ട് അവരെ മാതൃഭാഷയിൽ സംസാരിക്കാതിരിക്കണ്ടേ? നമ്മുടെ മലയാളത്തിൽ ഏതായാലും സംസാരിക്കാതിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഇരട്ടി കടുപ്പാണ്. നമ്മൾ മലയാളം എങ്ങനെ പഠിച്ചത്? ഉമ്മ ബേജാറായിട്ട് 2 വയസ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് പഠിച്ചോനെ എൻ്റെ കുട്ടി മലയാളം പഠിക്കൂലല്ലോ എന്ന് പേടിച്ച് പിന്നാലെ നടന്ന്, മോനെ ഇത് പേനയാണ്, ഇത് കണ്ണടയാണ്, ഇത് തലയിൽ കെട്ടാണെന്ന് പഠിപ്പിച്ച് നടന്നിട്ടാണോ? അല്ല. പലപ്പോഴും കുട്ടി ചോദിക്കും, ഉമ്മ മറുപടി പറയില്ല, നമ്മൾ മുതിർന്നവർ മറുപടി പറയില്ല. കുറേയൊക്കെ പറയും, പിന്നെ നമുക്ക് ദേഷ്യം പിടിക്കും. എന്നിട്ടും കുട്ടി പഠിക്കണുണ്ട്. അപ്പം കേൾക്കുക എന്ന് പറഞ്ഞ കേൾക്കുക എന്ന് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക, അത് ഭാഷ പഠിക്കാനുള്ളൊരു വഴിയാണ്. സംസാരിക്കുക അതൊരു വഴിയാണ്. പിന്നെ അത് രണ്ടും കഴിഞ്ഞാൽ ഭാഷ പഠിഞ്ഞു. പിന്നെ എഴുതുക, വായിക്കുക, അതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യമാണ്. എഴുതാനും വായിക്കാതെ എത്ര ആൾക്കാർ ജീവിച്ചു പോയിട്ടുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് 1-ാം ക്ലാസ്സിലെ കുട്ടികൾ വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ് എന്ന് വിശ്വസിക്കണം. കുറേ കുട്ടികൾ വിചാരിക്കും ഞങ്ങൾക്ക് ബുദ്ധിയില്ല. ഭാഷ പഠിക്കാൻ ബുദ്ധി വേണ്ട, ഭാഷ പഠിക്കാൻ ബുദ്ധിയേ വേണ്ട. നിങ്ങൾ ആരെങ്കിലും ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഏതെങ്കിലും ഭ്രാന്തൻ, മലയാളി ഭ്രാന്തനാണെങ്കിൽ മലയാളത്തിൽ സംസാരിക്കാതിരിക്കണ്ടോ? അവൻ ഭ്രാന്തനാണോ? അവന് ബുദ്ധിയില്ല എന്നുള്ളതുകൊണ്ട്. എത്ര മന്ദബുദ്ധികളെ നമ്മൾ കണ്ടിരിക്കുന്നത്, അവരവരെ മാതൃഭാഷയിൽ സംസാരിക്കണില്ലേ? ഭാഷ സംസാരിക്കാൻ ബുദ്ധി വേണ്ട, ഭാഷ പഠിക്കാനും ബുദ്ധി വേണ്ട. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള കോംപ്ലക്സുകളൊക്കെ ഒഴിവാക്കണം. ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. ഇനിയിപ്പോൾ ഇവിടെ പറയപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചു കയറി സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല. ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങോട്ട് ഒരു ക്ഷണം കിട്ടിയപ്പോൾ അതൊരു നിമിത്തമാക്കി ഓടിച്ചാടി കയറി വന്നതാണ്. പിന്നെ ഉസ്താദ് മരിച്ചത് കൊണ്ട് പിന്നെ രാത്രി അവിടെ പോയി, രാവിലെ പോയി അതിലൊക്കെ കൂടി ആടേണ്ട ആളാണ്. നമുക്ക് ചില ബന്ധങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ ഇങ്ങോട്ട് ബന്ധം ഉണ്ടാവും, ചിലപ്പോൾ അങ്ങോട്ട് ബന്ധം ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിബന്ധം എന്നുള്ള എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഗാഢമായ ബന്ധമുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ വരവ് മുടങ്ങുമെന്ന് കണ്ടപ്പോൾ രാത്രി തന്നെ പോയി, അതുകൊണ്ട് മതിയാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ വലിയ മിടുക്കന്മാരായി തീരണം. അറബി ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഞാൻ 1-ാം ക്ലാസ്സുകാരെ ഉദ്ദേശിച്ച് മാത്രമാണ് പറയണമെന്ന് വിചാരിക്കേണ്ട. എല്ലാവരും സംബന്ധിച്ചു അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വാഫിയായി തീർന്ന ഒരാൾ, അവന് 8 കൊല്ലാണ് നമ്മൾ ഒറ്റപ്പറച്ചിൽ പറയുകയാണെങ്കിൽ പഠിച്ചിരിക്കുന്നത്. ശരിക്കും അവൻ അറബി ഭാഷ പഠിച്ചത് 8 കൊല്ലമല്ല. ഞാൻ സാധാരണ ഇവരോടൊക്കെ പറയുന്നതാണ്, 8 കൊല്ലമല്ല പഠിച്ചിരിക്കുന്നത്. 10 വരെ ശരാശരി മദ്രസയിൽ പോയിരിക്കണമെങ്കിൽ 10 കൊല്ലം അറബി പഠിച്ചേക്കണില്ലേ? സ്കൂളിൽ നമ്മൾ അറബിയല്ല എടുക്കുന്നത്, ഇവിടെ അറബി പഠിക്കാൻ സൗകര്യമുള്ളതുകൊണ്ട്. അപ്പോൾ 10 കൊല്ലം അറബി ഇംഗ്ലീഷ് അല്ല സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടില്ല, അപ്പോൾ 20 കൊല്ലമായി. പിന്നെ അവൻ വാഫിയായിട്ട് 8 കൊല്ലം പഠിച്ചിരിക്കുന്നത് അറബിയിലാണ്, അപ്പോൾ 28 കൊല്ലമായി. 28 കൊല്ലമായിട്ട് ഇപ്പോഴും അറബി നാട്ടിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ
അല്ല നിങ്ങളൊന്ന് പോരും, എന്തിനാ എൻ്റെ സ്പോൺസർ എടുത്തേക്ക് ഒന്ന് പോകണം, എന്തിന് വിസൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കണം എന്ന് പുതുക്കാൻ പറയാനാണ്. നമ്മൾ വെല്ലുവിളിക്കണം. ഇതൊക്കെ അബ്നോർമൽ സാധനങ്ങളാണ്, ഇതിനൊക്കെ നോർമലൈസ് ചെയ്യണം. ഈ ജാതി പോരാത്തരങ്ങളുണ്ടല്ലോ, ഒരു 5 കാശിന് പറ്റാത്ത വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഞാനതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. കുറേ ആളുകൾക്ക് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്, അങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് പാടുണ്ടോ? അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ക്രിട്ടിക്കൽ തിങ്കിങ് പറ്റും, ലോജിക്കൽ റീസണിങ്ങോ അല്ല പറഞ്ഞാൽ കേൾക്കാന്നല്ലാതെ, ആ ലോജിക്കൽ റീസണിങ് പെട്ടതിനാണ് അല്ല പറഞ്ഞത് കേൾക്കൽ. അല്ല തെളിച്ചങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമില്ലല്ലോ. അപ്പം അതെങ്ങനെ പറ്റുമോ? അത് ലോജിക്കൽ, ലോജിക്കൽ നടക്കുമല്ലോ. ഇപ്പോൾ പിന്നെ 5 ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങളോ. ഈ ഞങ്ങൾ അറബിയിൽ ഉലൂമ് തജ്രീബിയ എന്ന് പറയും. നിങ്ങൾ പറയുന്ന പിന്നെ ശരിക്കും നേരെയുള്ള സയൻസ്. ഈ സയൻസ് എന്ന് പറഞ്ഞപ്പോൾ എന്താ, ഒരു വിഷയം ഇങ്ങനെയാണ്, ഇതാണ്, ഭൂമി കറങ്ങുന്നു, ഉദാഹരണം, ഭൂമി കറങ്ങുന്നു, സയൻസ് അങ്ങനെയാണ്. എന്താണ് സയൻസ് അങ്ങനെയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഭൂമി കറങ്ങുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അല്ലെങ്കിൽ ഞാൻ സ്പേസിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കൈ വെച്ചപ്പോൾ പിന്നെ വായുമണ്ഡലടക്കം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ, അതിൻ്റെ എത്ര കിലോമീറ്റർ പറയുന്നുണ്ട് സ്പീഡിൽ കറങ്ങുന്ന ഞാൻ തൊട്ടപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കണം. ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, സങ്കല്പിക്കാൻ തമാശ പറയണം. അങ്ങനെ അല്ലെങ്കിൽ ഒരാൾ പറയാണ് ഞാനിങ്ങനെ മണത്ത് നോക്കിയപ്പോൾ ഭൂമി ഉരുട്ടിട്ടാണ് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് വേറെ അവിടെ വർത്താനമില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് വർത്താനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണ്ടേ? അല്ല ഉണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ മാത്രം 5 ഇന്ദ്രിയങ്ങളുടെ പ്രശ്നം പറഞ്ഞ് അല്ല ഉണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്ല അത് പറഞ്ഞിരിക്കണം, അങ്ങോട്ട് പറഞ്ഞിരിക്കണ തെളിവ് മോരേരെ അതിനിപ്പോൾ എന്താ കാണിച്ചു തരും? കൈകൊണ്ട് തൊട്ടിട്ട് കാണിച്ചു തരും, നാവുകൊണ്ട് രുചിച്ചിട്ട് കാണിച്ചു തരും, ചെവി കൊണ്ട് കേട്ടിട്ട് കാണിച്ചു തരും, കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണിച്ചു തരും. അത് കാണിച്ചു തരാൻ പറ്റുമല്ലോ. എന്നാൽ അങ്ങനെ കാണിച്ചു തരാൻ പറ്റാത്ത എന്തെല്ലാം സാധനപ്പെടുന്നുണ്ട്. എന്താ കാണിച്ചു തരാൻ തരാണ്ട്? സിമ്പിൾ ഉദാഹരണമാണ്, അതൊന്നും ഭയങ്കരം ഒരു തെളിവായിട്ട് ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ വെളിച്ചം കത്തുന്നുണ്ട്, ഈ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്നത് കറണ്ടാണെന്നാണ് പറയുന്നത് അല്ലേ? എന്നാൽ കറണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരും. അപ്പം നിങ്ങൾ പറയും കറണ്ട് കാണിച്ചു തരാം ഉസ്താദ്, ഞാൻ കാണിച്ചു തരാമല്ല, കറണ്ട് ഇവിടെ കാര്യം വെച്ചൊരു ഉസ്താദിൻ്റെ കൈ അവിടെ വെച്ചു തരും. അവിടെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നത് എൻ്റെ കൈ അവിടെ വെച്ചാൽ അതല്ലല്ലോ കറണ്ട്. അതിപ്പോൾ ഞാനൊരു പാമ്പിൻ്റെ മാളത്തെ തരട്ട് പാമ്പാണ് അപ്പോൾ ഞാൻ വെച്ച് വലിക്കൂലേ? അത് കറണ്ടല്ല. കറണ്ട് ഏതാണെന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റൂല, നാവ് കൊണ്ട് കാണിച്ചു തരാൻ പറ്റുമോ? മുളക് അരച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ മുളക് കുറച്ച് അധികം ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കത് ഇഷ്ടമാണ്. ഞാൻ ഈ ഭാഗത്ത് ബന്ധമുള്ള ആളുമാണ്. ഇരിക്കട്ടെ, അതിന് നാടവർത്താനം നോക്കിപ്പോകും. അപ്പോൾ നാവുകൊണ്ട് രുചിച്ച് നോക്കിയാൽ എരിവുണ്ടെന്ന് മനസ്സിലാവും, മധുരമുണ്ടെന്ന് മനസ്സിലാവും, കണ്ണുകൊണ്ട് സൗന്ദര്യവും വൈരൂപ്യവും മനസ്സിലാവും. ഇങ്ങനെ കുറേ സാധനങ്ങൾ മനസ്സിലാവാത്തതുണ്ട്. ഇപ്പം നമുക്കൊക്കെ അമേരിക്ക ഉണ്ടെന്ന് ഉറപ്പാണ് അല്ലേ? അമേരിക്ക ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പല്ലേ? നിങ്ങൾ അമേരിക്ക ഇപ്പോൾ തൊട്ടുകണോ? അമേരിക്ക കണ്ടുകണോ? അമേരിക്ക മണത്ത് നോക്കിക്കണോ? ഇങ്ങനെ അമേരിക്ക 5 ഇന്ദ്രിയങ്ങളെ മനുഷ്യന് അറിവ് ശേഖരിക്കാൻ 5 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. ഈ ഏതെങ്കിലും ഇന്ദ്രിയം കൊണ്ടെങ്കിൽ അമേരിക്ക ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. അപ്പം മനുഷ്യൻ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടനാക്കണ്ട. 5 ഇന്ദ്രിയങ്ങൾക്ക് 6ാം മുറിവ്, 6ാമത്തെ ഒരു സെൻസ് ഉണ്ട് മനുഷ്യൻ. അതാണ് മറ്റ് 5 സെൻസിനേക്കാളും വലുത്. ആ 5 സെൻസിനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണത്. നട്ടുച്ച സമയത്ത് നമ്മൾ ഒരു റോട്ടിൽ കൂടി ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുക, നമുക്ക് വ്യക്തമായിട്ട് കുറേ അപ്പുറത്ത് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ 2 ഫർലോങ് അപ്പുറത്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണും. അടച്ചു നോക്കി വെള്ളം ഉണ്ടാവുമോ? ആ കണ്ണുകൊണ്ട് കാണുന്നതാണല്ലോ. നമ്മളതിന് മരീചിക എന്ന് പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊഴിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ, അതിന് നമ്മൾ തഅബ്ബുദിയായ കാര്യങ്ങൾ എന്ന് പറയും, അള്ള പറഞ്ഞതെന്ന് പറയും, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയതെന്ന് പറയും. 5 ഇന്ദ്രിയം കൊണ്ടല്ല. ആ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ മുഴുവനും ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള മനുഷ്യൻ്റെ അറിവുകൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഉറപ്പുവരുത്താൻ പറ്റുന്നതാണ്. അതിനെ നമ്മൾ തമസ്കരിക്കാൻ പോകണ്ട. അതിന് തീർച്ചയായിട്ടും പരിഹാരമുണ്ട്. ദീനിൻ്റെ വിധികൾ മുഴുവനും എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഇബാദത്ത് ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ മുഴുവനും അങ്ങനെയാണ്. അള്ളാഹു വിധി പറഞ്ഞിടത്തൊക്കെ
പലയിടത്തും അള്ളാഹു അഫലാ തഫ്ഖഹൂൻ അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, മനസ്സിലാകണില്ലേ, ഗ്രഹിക്കണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെ ബുദ്ധി, എങ്ങനെ അഫലാ തഅലമൂൻ, നിങ്ങൾക്ക് ശാസ്ത്രീയ ജ്ഞാനമില്ലേ, അഫലാ തഅഖിലൂൻ, അപ്പം നിങ്ങൾക്ക് 5 ഇന്ദ്രിയത്തിന്, മറ്റത് ഒന്ന് ഇൽമാണെങ്കിൽ അത് 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവാണെന്ന് വിചാരിക്കുക. അഫലാ തഅഖിലൂൻ അത് 6-ാം മുറിവ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനെ പറ്റിയാണ്. ഇതൊക്കെ എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ലിക്കൈലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ. അപ്പം അതുകൊണ്ട് പറഞ്ഞു വരുന്നത് കാര്യകാരണ സഹിതം പഠിക്കണം, കാര്യകാരണ സഹിതം പഠിക്കണം. ഈ ദിശയിൽ ഇപ്പം നമ്മുടെ അറിവ് എങ്ങോട്ടെങ്കിലും എത്തണില്ല എന്ന് വിചാരിക്കുക. അതിന് നമ്മളെ കുറ്റം പറയാമെന്നല്ലാതെ നമ്മുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കി അംഗീകരിക്കുകയല്ലാതെ അള്ളാൻ്റെ ദീനിനെ കുറ്റം പറയാൻ പറ്റൂല. ആധുനിക കാലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ബയാനുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. 40 വാള്യമാണ്, ആധുനിക പണ്ഡിതന്മാർ രചിച്ചതാണ്. ഈജിപ്തിൽ നിന്ന് പണ്ഡിതന്മാർ ഇറക്കിയിട്ടുള്ള 40 വാള്യം. ഈ 40 വാള്യമുള്ള ബയാനുൽ ഇസ്ലാം മുഴുവനും ഈ ജാതി സംശയങ്ങളുടെ മറുപടിയാണ്. അങ്ങനെ അനേകം ആയിരക്കണക്കിന് വാല്യങ്ങൾ മനുഷ്യന്മാർ രചിച്ചിട്ടുണ്ട്. അറിവിൻ്റെ ലോകം വളരെ വിശാലമാണ്. അതുകൊണ്ട് കണ്ണ് തുറന്നിരുന്ന് നിങ്ങൾ പഠിക്കണം. അറബി ഭാഷ ഇനി അവിടുന്ന് ഒന്നുകൂടി തിരിച്ചു വന്നാണ്, വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ്, പിന്നെ ഞാൻ മതിയാക്കാൻ നോക്കും ചെയ്യുന്നുണ്ട്. അറബി ഭാഷ പഠിക്കൽ പ്രയാസമാണെന്ന് മക്കൾ പറയരുത്. ഏതൊരു ഭാഷയും പോലെ ഒരു വളരെ ലളിതമായ സുന്ദരമായ ഒരു ഭാഷയാണ്. അതിനുള്ള പരിഹാരം എന്താണ്, അതിന് പഠന രീതി എന്താണ്, വളരെ വ്യക്തമാണ്. നമ്മൾ ധാരാളമായി കേൾക്കുക. അപ്പോൾ കുറച്ച് ഇതിനെ പരിഹസിക്കാൻ വേണ്ടി ഉസ്താദോ അല്ലെങ്കിൽ ശിഷ്യന്മാരോ പറയണേ, നമ്മൾ ഉസ്താദെ കുറേ കേട്ടിട്ടൊന്നും പഠിക്കണില്ല. എന്ത് കേട്ട്, പള്ളിക്കന്ന് 5 വക്ത് വാങ്ങി കൊടുക്കണ്ടല്ലോ, അത് അറബിയിലല്ലേ, അപ്പം ഞാൻ അറബി എത്ര പേരെ കേട്ട്, ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, ഫാത്തിഹ എന്നും ഉസ്താദ് മഗ്രിബിനും ഇശാക്കും സുബൈക്കും ഉറക്കൽ ഓതലുണ്ട്, എത്ര പേരെ കേട്ട് എനിക്ക് പഠിഞ്ഞില്ലല്ലോ. അതൊക്കെ തമാശാക്കലാണ്. ഇത് അവനവൻ്റെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. കേൾക്കുക എന്ന് പറഞ്ഞാൽ ആധുനിക സൗകര്യം. ഇപ്പം ഇന്നിവിടെ ആ തരത്തിലുള്ള കുറേ കാര്യങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ലൈബ്രറി അവിടെ ഉണ്ട്. ആധുനിക വിധത്തിലുള്ള ലൈബ്രറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓഡിയോ വിഷ്വൽ സൗകര്യങ്ങൾ ആ ലൈബ്രറിയുടെ ഭാഗമാണ്. അത് ഭാഗമാക്കപ്പെടണം. ലൈബ്രറിയിൽ കുറേ കിതാബുകൾ ഉണ്ടാകുന്നത് പോലെ കുറേ ആധുനിക സൗകര്യങ്ങൾ, കാർട്ടൂണുകളും മറ്റും ഒക്കെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാവണം. അപ്പോഴേ ഇന്നത്തെ കാലത്ത് ഇത് ലൈബ്രറി ആവുള്ളൂ. ഇനി ആയില്ലെങ്കിലും ഇവിടെ നമ്മൾ അതേ ലൈബ്രറി ആയിട്ട് കൂട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ കുട്ടികൾ മുണ്ടിയ തിരിയാത്ത എന്നെ പോലത്തെ ഉസ്താദന്മാരും മുണ്ടിയ തിരിയാത്ത നിങ്ങളും തമ്മിൽ കേട്ട് അറബി പഠിക്കൽ നടക്കൂല. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ നിങ്ങൾ ഇവിടെ ഷഫീഖ് വാഫി സംസാരിക്കുമ്പോൾ ജമിനീനെ പറ്റി മറ്റും പറഞ്ഞു. ഈ ടെലിഫോണ് ഉസ്താദെ അത് ഏതോ ഒരളവിൽ വൈഫൈ സൗകര്യവും ഈ ഡിവൈസ് സൗകര്യവും ഏർപ്പെടുത്തണം. എന്നിട്ടിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 10 12 അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കുറച്ച് ക്യാബിനുകൾ ആ ക്യാബിനിൽ ഒരു കുട്ടി പോയിട്ട് ഈ സാധനം ചുവട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തിയാൽ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഉസ്താദിനെ അറബി അറിയണ്ട, ഉസ്താദ് തൊട്ട് പഠിപ്പിക്കും വേണ്ട, ജമിനയിത്താത്ത് അത് പഠിപ്പിച്ചു തരാൻ തയ്യാറാണ്. അതുപോലെ GPT കാക്ക അത് പഠിപ്പിച്ചു തരാൻ തയ്യാറാണ്. കാക്കയും താത്തയും ലഭ്യമാണ്. നിങ്ങൾക്ക് താത്താനെ വേണമെന്നുണ്ടെങ്കിൽ താത്താൻ്റെ ഒച്ച കിട്ടും, കാക്കാനെ വേണമെങ്കിൽ കാക്കാൻ്റെ ഒച്ചയും കിട്ടും. എന്നിട്ട് ഈ കുബിക്കിളിൽ നിങ്ങൾ ചെന്ന് ഇരുന്നിട്ട് അല്ല ജമിനയിത്താത്ത സുഖം തന്നെയല്ലേ, അതെ ആരോടും പറയണ്ട, ഞാനിപ്പോൾ 6-ാം ക്ലാസ്സിൽ എത്തിയിരിക്കണം, അറബി തീരെ സംസാരിക്കാൻ പറ്റണില്ല, ഒന്ന് എന്നെ സഹായിക്കാമോ? ഓ ഞാൻ തയ്യാറാണ്. എന്നാൽ നമ്മൾ അറബിയിൽ കുറേശ്ശെ പറയാം, ഞാൻ കുറച്ചേ പറയുള്ളൂ, അതിലെ തെറ്റൊക്കെ ഇജ്ജ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഒരു സെൻസില്ലല്ലേ, വികാരങ്ങളില്ല ഈ സാധനത്തിന്. അപ്പോൾ നിങ്ങൾ 100 വട്ടം പറഞ്ഞാലും ദേഷ്യം പിടിച്ചില്ല. ഉസ്താദിന് ദേഷ്യം പിടിച്ചു. ഉസ്താദ് ചിലപ്പം പറയും പറഞ്ഞതുകൊണ്ട് കേട്ടാൽ മതിയെന്ന്, 30 ഒന്നും പറയില്ല, പിന്നെയും പറഞ്ഞു തരും. അങ്ങനെ വാതിലടച്ചെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബോക്സാണ് കയറുക. ആ ബോക്സിൻ്റെ ഉള്ളിൽ കയറി ഒറ്റയ്ക്ക് പഠിക്കുക. പഠിച്ച് എവിടെയെങ്കിലും എത്തണം എന്ന് വിചാരിക്കുന്നവരെ കാര്യമാണ് പറഞ്ഞത്. ബേക്കാറാകാൻ തീരുമാനിക്കുക. ഒരു പണി ചെയ്യാതെ 5 അതിന് പറ്റാത്ത ആകാൻ പോകുന്ന ആൾക്കാരോട് ഒരു വർത്താനമില്ല മക്കളെ. കാലം മാറിയ കാലമാണ്. നിങ്ങളിപ്പോൾ ഇനി ഒരു പണിയില്ലെങ്കിൽ ഞാൻ കക്കൂസ് കഴുകിക്കൊണ്ടെന്ന് പറഞ്ഞാൽ അപ്പം പറയപ്പെടും കക്കൂസ് കഴുകാൻ വേണ്ട, അതിന് റോബോട്ടുണ്ട്. എന്നാൽ ഞാൻ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് ചോറ് വെക്കാനൊന്നും എന്നെ വേണ്ട, അതിന് റോബോട്ടുണ്ട്.
എന്നാൽ ഞാൻ വീട്ടിൽ മറ്റു പണികൾ ചെയ്തോളാം, ഒന്നും വേണ്ട, അതിനൊക്കെ ഇവിടെ ആളുണ്ട്. ഞാൻ ഗേറ്റിങ്ങ പാറാവ് ആയിക്കോളാം, അതിനിവിടെ റോബോട്ടുണ്ട്, എന്തിനും റോബോട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, പലതും വരാൻ പോകുന്നുണ്ട്. ആർക്കും ഒന്നും ഇവിടെ നമ്മൾ തൽക്കാലം മനുഷ്യൻ തന്നെ ഇവിടെ വേണ്ട എന്നുള്ളിടത്താണ് ഇരിക്കുന്നത്. അപ്പം ഈ കാലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടിച്ച് ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ, ഞാൻ മൂല്യരാണ്, എന്നെ പിടിച്ചുകൊണ്ട് മദ്രസയിലെ ഉസ്താദോ അല്ലെങ്കിൽ ഒരു വാഫി സുഹൃത്തോ അയൽവാസിയെ പിടിച്ചുകൊണ്ട് വാഫിയാക്കി ഇപ്പം എൻ്റെ ജീവിതം ഇരുളടഞ്ഞു എന്ന് പറയരുത്. അന്തം വെക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതം പഴയാകരുത്. ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ സാധനം ഗുരുവായൂർ പോണ ബസ് കയറിയിട്ട് പണിക്കരാണ്ട് ഇങ്ങോട്ട് ഓടി ഇത്ര വേഗം എത്താൻ വേണ്ടിയിട്ട്, അതുപോലെ അതൊരു പോഴത്താണ്, അതിന് പറയുന്നതാണ്. അപ്പം അതെ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഓടണം, അത്രമേൽ നമ്മൾ ജാഗ്രതായിരിക്കണം. നമുക്കത് മുതലാകണം. ഉസ്താദ് ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്, ഉസ്താദ് കേൾക്കുന്ന കൂടിയാണ് ഞാൻ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഇവിടെ കുറേ ഫർണിച്ചർ ഉണ്ടാകുന്നതിന് മുമ്പ് ഓഡിയോ വിഷ്വൽ സൗകര്യവും ഇതൊക്കെ ചെയ്യാനുള്ള ക്രമീകരണങ്ങളും, എന്നിട്ട് കുട്ടികളെ എല്ലാവരും കൂടി അറബി കുട്ടികൾ ഇവിടെ വന്നിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് വന്നിട്ട് അറബി പഠിപ്പിച്ചിട്ടാവില്ല, കേട്ടാ തിരിയണം. ഈ കേട്ടാ തിരിയാന്ന് വളരെ പ്രധാനമാണ്. ഞാൻ ഗൾഫിൽ പോയ ആളാണ്. ഒരു 35 കൊല്ലം മുമ്പ് ഏകദേശം 10 കൊല്ലം ഗൾഫിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആദ്യം ചെന്ന സമയത്ത് ഞാൻ അറബി ഇവിടുത്തെ മൂല്യന്മാർക്കൊക്കെ എന്താ അറിയുക, അതുപോലെ തന്നെ എനിക്കും അറിയുള്ളൂ. എന്നാലും ഞാൻ അന്ന് പോകുന്ന സമയത്ത് ചന്ദ്രിക, അതുപോലെ അന്നൊരു ലീഗ് ടൈംസ് ഉണ്ടായിരുന്നു. ലീഗ് 2 ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഗ്രൂപ്പ് നടത്തിയെന്നാണ് വെച്ചാൽ ലീഗ് ടൈംസ്. ഈ ലീഗ് ടൈംസ് തുടങ്ങിയിട്ടുള്ള ദിനപത്രങ്ങളിൽ, പിന്നെ കുറച്ചൊക്കെ നമ്മളെ ഇടയിൽ പ്രസിദ്ധീകരിക്കുന്ന മറ്റ് മാഗസിനുകളിലൊക്കെ അറബി ലേഖനങ്ങൾ വിവർത്തനം ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ആളാണ്. ഞാൻ എൻ്റെ ആ ഒരു ഭാഗം പറയല്ല. എന്നിട്ടും എന്ന് പറയാൻ വേണ്ടി പറയണം. എന്നിട്ടും അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ, അറബികളായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അഭിമുഖീകരിച്ച ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവർ പറയുന്നതിന് സ്പീഡ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ മലയാളിയാണ്, അപ്പം എൻ്റെ മനസ്സും മലയാളിയാണ്. അപ്പം എൻ്റെ മലയാളം എങ്ങനെയാണ്? ഇടത്തുനിന്ന് വലത്തേക്ക്. അപ്പം ഞാൻ അറബി ആണെങ്കിലും അവിടെ നിന്നിട്ട് അറബി വലത്തുനിന്ന് ഇടത്തോട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ എനിക്കെന്ത് ചെയ്യണം? ഇടത്തുനിന്ന് വലത്തോട്ട് അങ്ങോട്ട് തന്നെ പോകണം. അപ്പം അതിപ്പം വേറൊരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയല്ലേ ഒക്കെ സെയ്താണ്, കാല സെയ്തുൻ. കാല സെയ്തുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താണ്? സെയ്ദ് പറഞ്ഞു എന്നല്ലേ അല്ലേ? അപ്പം കാല എന്ന് പറഞ്ഞത് ആദ്യമാണ്, സെയ്ദ് എന്ന് രണ്ടാമത്തതാണ്. സെയ്ദ് പറഞ്ഞു എന്ന് പറയുമ്പോൾ സെയ്ദ് ആദ്യത്തതാണ്, കാല എന്നുള്ള രണ്ടാമത്തതാണ്. ഇതന്നെ. അപ്പം നമ്മൾ ഒരു വരി ഇങ്ങനെ കേട്ടാൽ മലയാളി സെൻസ് വെച്ചിട്ട് നമ്മൾ അവസാനത്തു നിന്ന് ആദ്യത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അയാൾ അടുത്ത സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ടാവും. ടെലിവിഷൻ്റെ മുന്നിലിരുന്നിട്ട് ഞാൻ തമാശക്ക് എന്നെ തന്നെ ശപിച്ച് പഴിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ചങ്ങായിക്കൊന്ന് ആക്കത്ത് പറഞ്ഞു കൊടുത്തത്. അപ്പം കേട്ടാ തിരിയ എന്ന് പറയുന്നത് ഒരു ഭാഷ കേട്ടാ തിരിയ. ഇപ്പം LSR ലിസണിങ്. എന്തിന് ലിസണിങ്? അതൊക്കെ വെറുതെ തോന്നുകയാണ്. ഒക്കെ പരിഹസിക്കാനൊക്കെ എളുപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതം ആ പരിഹാസത്തിൻ്റെ അടിയിൽ നഷ്ടപ്പെടരുത്. അതിനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് ജമിനിത്താത്താനായിട്ട് ചങ്ങാത്തം കൂടിയിട്ട്, എത്താത്ത ആയതുകൊണ്ട് നിങ്ങൾ ചങ്ങാത്തം കൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ത് ചെയ്യണം? നന്നായിട്ട് സംസാരിക്കണം. നന്നായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകണം. പിന്നെ നിങ്ങൾ നന്നായിട്ട് എഴുതണം. നിങ്ങൾ നന്നായിട്ട് വായിക്കും വേണം. ഇപ്പം ലൈബ്രറി ഇവിടെ ഉണ്ടാക്കി. വായിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനമാണ്. മനുഷ്യന്മാർ വലുതായവരൊക്കെ വലുതായിരിക്കുന്നത് വായിച്ചിട്ടാണ്. സർ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു, മഹാനായിരുന്നു. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം 100 ഡിഗ്രി പഠിച്ചിരിക്കണം. എത്ര? 100 ഡിഗ്രി. ഒരു മനുഷ്യൻ ജീവിതത്തിൽ 100 ഡിഗ്രി പഠിക്കുക എന്ന് പറഞ്ഞാൽ, അതിന് ഡിപ്ലോമ ഉണ്ടോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എഴുത്തിൽ കണ്ടത് 100 ഡിഗ്രി എന്നാണ്. മഹമ്മൂദ് അക്കാദ് എന്ന് പറഞ്ഞിട്ടൊരു മഹാപണ്ഡിതനുണ്ട്. അക്കാദ് അറബി ലോകത്തുള്ള പണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ പ്രസിദ്ധനാണ്. അക്കാദ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഈ അക്കാദ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ 70,000 ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. 70,000 ബുക്കുകൾ. ഒരു മനുഷ്യൻ 70,000 ബുക്ക് നമ്മൾ തൊട്ടുണ്ട് കൈകൊണ്ട്. വായിക്കൊന്നും വേണ്ട, ഒന്നും ഇങ്ങനെ വേഗം തൊടുക. 70,000 തൊടണമെങ്കിൽ പണി എത്ര ഉണ്ടാവും? 70,000 ബുക്ക് എഴുതിയിട്ടുണ്ട്.
അത് ഞാൻ ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ അപ്പുറത്തിരുന്ന വാഫി മുഹമ്മദ് അലി വാഫി പറഞ്ഞ് ഉസ്താദ് അതിൻ്റെ പുറമെ 16,000 ലേഖനം എഴുതിയിരിക്കണേ. അപ്പം ഞാൻ എൻ്റെ വക കൂട്ടിയപ്പോൾ അതിൻ്റെയും പുറമെ ഒരു 200ഓളം ബുക്ക് എഴുതിയിരിക്കണം. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മൻ ജദ്ദ വജദ്, അധ്വാനിച്ചാൽ കിട്ടും. ധാരാളമായിട്ട് വായിക്കണം. ലിമാ അന്ന അംഫാസ് അൽ ഹയാത്തി ജവാഹിറു, ഈ ജീവിതത്തിലെ ശ്വാസങ്ങളൊക്കെ വില കണക്കാക്കാൻ പറ്റാത്ത അമൂല്യ സ്വത്താണ്, അമൂല്യ ധനമാണ്. ധാരാളമായിട്ട് പഠിക്കുക. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ആളുകൾ ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രവുമായി നമ്മൾ ചേർന്ന് നിൽക്കണമല്ലോ. എത്ര പ്രയാസപ്പെട്ടാണ് സ്ഥാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ എത്ര ഗംഭീരമായിട്ടാണ് സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. പ്രയാസത്തിന് മാതൃകയാണ്. പ്രയാസത്തിന് റിസൾട്ട് ഉണ്ടാകും എന്നതിനും തെളിവാണ് ഇത്ര വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും കുറച്ച് ദൂരം ആയതുകൊണ്ട് മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ, വരുമ്പോഴൊക്കെ ഇവിടെ ഇപ്പോൾ ഇനി ഞാൻ മൂപ്പരെ എവിടെയും കാണുമ്പോൾ ചോദിക്കും, ഇപ്പോൾ പുതിയ ഭൂമി എവിടെയും മേടിച്ചിരിക്കണം. ഭൂമി ആകെ മേടിക്കുക മൂപ്പരെ പണി. അവിടെ ആ പേരെ മേടിച്ച്, ഇനിയിപ്പോൾ ഇവിടെ 2 പേരെ മേടിച്ച് വെളുപ്പത്തിനോട് ബിൽഡിങ് ഉണ്ടാക്കി, അവിടെ ഉണ്ടാക്കി, ഇവിടെ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെയാണ് ആണുങ്ങൾ അങ്ങനെയാണ്. ഞാൻ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഇവിടെ പെണ്ണുങ്ങളോട് പെണ്ണുങ്ങൾ ഇങ്ങനെ എപ്പോഴും പരാതി അയക്കാരം. പെണ്ണുങ്ങൾക്ക് എപ്പോഴും പരാതിയാണ്, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ഭർത്താവ് എവിടുന്നെങ്കിലും ആകെ വിയർത്തൊലിച്ച് വരുമ്പോൾ നിങ്ങളിങ്ങനെ കയ്യിൽ വെറും കയ്യോടെ വന്നിരിക്കണ്, ഇവിടെ നിന്ന് സല്ലാജിരി മീൻ കഴിഞ്ഞിരിക്കണ്, ഇറച്ചി കഴിഞ്ഞിരിക്കണ്, അത് കഴിഞ്ഞിരിക്കണ്, ഇത് കഴിഞ്ഞിരിക്കണ്, ഞങ്ങൾക്ക് വാട്സപ്പ് അയച്ചിരുന്നല്ലോ എന്നോട് നോക്കിക്കൂടായിരുന്നു. ഈ സാധു ബേജാറായതുകൊണ്ട് എൻ്റെ ഇടയിൽ വാട്സപ്പും കഴിച്ചാൽ നേരമില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ പെണ്ണുങ്ങളെ മാതിരി, പെണ്ണുങ്ങളോട് പറയരുത് കേട്ടോ, അത് അവരെ ബഹുമാനിക്കാൻ അവർ നിന്ദിക്കുക എന്ന് പറയും. പെണ്ണുങ്ങളെ മാതിരി പരാതിക്ക് നിൽക്കരുത്. അവനാൻ്റെ പണി അവനാനെടുക്കുക. നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചാണ്. ഞാൻ നേരത്തെ ബസ്സിൻ്റെ ഉള്ളിൽ ഓടുക എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് ആൾക്കാരുണ്ട്, അവർ പഠിച്ചിട്ടാണ് വലുതായിരിക്കുന്നത്. APJ അബ്ദുൽ കലാം ഇന്ത്യ മഹാരാജ്യത്തെ ആണവ മിസൈൽ രംഗത്ത് ലോകത്തെ 5ാമത്തേതാക്കി മാറ്റി. അദ്ദേഹം പഠിച്ച സ്ഥാപനത്ത് അദ്ദേഹത്തിന് മുമ്പ് എത്ര ആൾ പഠിച്ചിരിക്കുന്നത്? അവർക്കാർക്കെങ്കിലും ഇവിടെ മിസൈൽ ഉണ്ടാക്കണ്ട എന്നുള്ള അഭിപ്രായം ഉള്ളത് കൊണ്ടാണ്, അവർക്ക് പറ്റാത്തതുകൊണ്ടല്ലേ. അതിൻ്റെ ശേഷം എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടെ എത്ര ആൾക്കാർ ആ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആ APJ തുടങ്ങിയ അവസാനം വെച്ചെടുത്ത് അതിൻ്റെ അപ്പുറം പോകേണ്ടതില്ല എന്ന് അവർക്ക് സിദ്ധാന്തം ഉള്ളത് കൊണ്ടാണ്, പറ്റാത്തത് കൊണ്ടല്ലേ. അമേരിക്ക എന്തെല്ലാം ചെയ്യുന്നു, ചൈന എന്തെല്ലാം ചെയ്യുന്നു, പല യൂറോപ്യൻ രാജ്യങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, അതൊക്കെ അനുകരിച്ച് അയൽ രാജ്യമാണ്. അവർ നമ്മൾ കൂടി പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കരുത്ത് കൂട്ടാൻ നമുക്ക് എന്തെല്ലാം ചെയ്യുക? വിവരം വിദ്യാഭ്യാസം വേണം, ഗവേഷണ ബുദ്ധി വേണം, അതിന് മനുഷ്യൻ പണിയെടുക്കണം. APJ പണിയെടുക്കുന്നത് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ധാരാളം നമ്മുടെ നാട്ടിൽ പറയപ്പെട്ടവൻ, ലോകമൊന്നും പറയപ്പെട്ട ഒരാളാണ് ഈ അടുത്ത കാലത്ത് ജീവിച്ചത്. 18 മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്തിരുന്നത്. 18 മണിക്കൂർ. പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകാറില്ല. ഈ എന്താ പറയുക, അവല് എന്ന് പറഞ്ഞ സാധനം ഇവിടെ എന്താ പറയുക, അവലും തന്നെ. അപ്പം അവല് തന്നെ കൊടുത്തേക്കാം. വളരെ കാർബോഹൈഡ്രേറ്റ് ആണ്, അത് മതിയല്ലോ. ബാക്കിയൊക്കെ തൊള്ളൻ്റെ രസത്തിനാണ്. ഇപ്പം നമ്മൾ പോയി ബിരിയാണി കഴിച്ചു, കാർബോഹൈഡ്രേറ്റ് ആണ്. അവര് മാത്രം തിന്ന് ഉണക്കവര്, അതും കാർബോഹൈഡ്രേറ്റാണ്. പള്ളിയിൽ ചെന്നാൽ രണ്ടും റിസൾട്ട് ഒന്നാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ വളരെ മിതമായ ഭക്ഷണം മാത്രം കഴിച്ച് 18 മണിക്കൂർ ദിവസവും ജോലി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ ആണവ മിസൈൽ ആ രംഗം കീഴടക്കി. അതിൻ്റെ പുറമെ അത് ആണവ രാജ്യമായി ഇന്ത്യ രാജ്യത്തെ ഉയർത്താൻ ആവശ്യമായ ഡിപ്ലോമസിയും അദ്ദേഹം നടത്തി. അപ്പം സയൻറ്റിസ്റ്റ് മാത്രമല്ല, നല്ലൊരു ഡിപ്ലോമാറ്റും കൂടിയാണ്. അങ്ങനെയൊക്കെ എന്തെല്ലാം മനുഷ്യന് ചെയ്യാനുണ്ട്. ആ രാജ്യത്താണ് നമ്മളിങ്ങനെ കങ്ങാനും ഉണങ്ങാനും, കുറേ ആൾക്കാർ ഉണക്കാനും ശരിയല്ല. പണി അങ്ങോട്ട് എടുത്തോളി, പണി ശരിക്കും എടുത്തോളി. രാവും പകലില്ലാതെ പണി. ലൈബ്രറി അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ ലാബ് എന്ത് വരുമ്പോഴും നമുക്ക് ഒരു പോണ തോണിക്ക് ഒരു ഉന്ത് എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഒന്നുകൂടി മുന്നോട്ട് നയിക്കാനുള്ളതാണ്. പോകേണ്ടത് നമ്മളാണ്. നമ്മൾ പണിയെടുത്താലേ നമുക്കുണ്ടാവുള്ളൂ. ആരെങ്കിലും പഠിച്ചാൽ നമുക്കുണ്ടാവില്ല. ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വയറ് നിറയില്ല എന്നതുപോലെ കുറേ ആൾക്കാർ പഠിച്ചാൽ, അല്ലെങ്കിൽ സ്ഥാപനം ഭയങ്കര സ്ഥാപനമാണെന്ന് കീർത്തി ഉണ്ടായാലൊന്നും നമ്മുടെ തല നിറയില്ല. നമ്മൾ പണിയെടുക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. അധ്വാനിച്ചാലേ പറ്റുള്ളൂ. ഒക്കീല ഫിൽ മത്ലബി മൻ ജദ്ദ വജദ്. അധ്വാനിച്ചാൽ കിട്ടും. ഫത്ഹുൽ ഖയ്യൂം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തഅല്ലമിൽ ആ ഫത്ഹുൽ ഖയ്യൂം എന്നുള്ള പദ്യകീർത്തി ഉണ്ട്. അതിലൊരു അരവരിയാണിത്. ഒക്കീല ഫിൽ മത്ലബി മൻ ജദ്ദ വജദ്. അറിവ് എന്ന് പറയുന്നത് മക്കളെ ആണാണ്. ഇത് മാലിക് ഇമാമിൻ്റെ ഗുരുവായ
ഇമാം ഇബ്നു ശിഹാബ് സുഹ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, അൽ ഇൽമു ദക്കറുൻ. യഹ്യ ഉലൂമുദ്ദീൻ അൽ ഗസാലി ഇമാം അത് എടുത്തു വെച്ചിട്ടുണ്ട്. അൽ ഇൽമു ദക്കറുൻ, അറിവ് എന്ന് പറഞ്ഞത് ആണാണ്. ലാ യൻകിഹുഹു ഇല്ലാ ദുക്റാനുർ റിജാൽ. അറിവ് ആണാണെങ്കിൽ ആ ആണിനെ കെട്ടണമെങ്കിൽ പിന്നെ എന്ത് വേണം? പെണ്ണാണെങ്കിൽ ഏതെങ്കിലും ഒരു ആണ് കെട്ടിക്കോളും. ഇത് ആണാണ്. ആണാവുമ്പോൾ അതിനെ വേൾക്കാൻ, അതിനെ കീഴടക്കാൻ, അതിനെ ഒപ്പം കൂട്ടാൻ ആർക്കേ പറ്റുള്ളൂ? ഇല്ലാ ദുക്റാനുർ റിജാലി, ആണുങ്ങളിലെ ആണുങ്ങൾക്ക്. നമ്മൾ ആണുങ്ങളെ കൂടുതൽ ആണുങ്ങളായിരിക്കണം, ആണുങ്ങളെ കൂടുതൽ പെണ്ണുങ്ങൾ. പെണ്ണുങ്ങളെപ്പോലെ ഞാൻ പറഞ്ഞ പോലെ പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കരുത്, സമയം കളയരുത്. സമയം കളയാഞ്ഞാൽ ശാസ്ത്രീയമാണ്, ശാസ്ത്രീയം. ഞങ്ങളെ ഭാഷ പറയും അടുപ്പാണ്, ശാസ്ത്രീയം. ഇപ്പോൾ 8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത് ശരിയാണ്, 6 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത് ശരിയാണ്. 1-2 ക്ലാസ്സിലെ കുട്ടികൾക്ക് അവർക്ക് ഉറക്കം വെച്ച് ശീലമില്ല. അതുകൊണ്ട് അവർക്ക് ഒരു 6 മണിക്കൂർ ഒക്കെ ഉറങ്ങാനുള്ള സൗകര്യം സ്ഥാപനം ചെയ്തു കൊടുക്കേണ്ടതാണ്. കാരണം ഈ എല്ലാം കൂടി ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചാൽ പൊട്ടിപ്പോവും വളച്ചാൽ. അപ്പോൾ മെല്ലെ മെല്ലെ വളയ്ക്കുക, അവർ ഇണങ്ങി വരട്ടെ. 6 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടതാണ്. ഒരു 5-6 മാസം മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടതാണ്, പുതിയത് പഴയത് എനിക്കറിയില്ല. തുർക്കിയുടെ പ്രസിഡന്റ് റജബ് ഉർദുഖാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം 5 മണിക്കൂർ 4 മണിക്കൂർ ഉറങ്ങലുള്ളൂ. ഒരു രാഷ്ട്രത്തലവനാണ്, ഒരു വലിയൊരു രാജ്യത്തിൻ്റെ തലവൻ. അയാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ സന്നാഹങ്ങളുണ്ട്. 5 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ, അല്ലെങ്കിൽ 4 മണിക്കൂർ. ഇഷ്ടം പോലെ ഉറങ്ങിയാൽ പോത്തുപോലെ ആവുന്നല്ലാതെ സ്മാർട്ടാകാൻ പോണില്ല, യാതൊരു കാരണവശാലാകാൻ പോണില്ല. നമ്മുടെ പാർലമെൻറ്റ് ഉദാഹരണം, പാർലമെൻറ്റ് ചില സെഷനുകൾ, സമ്മേളനങ്ങൾ നടക്കൽ രാത്രി 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ. വിദേശ രാഷ്ട്ര തലവന്മാർ ഇവിടെ വരലുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതുപോലത്തെ വലിയ ഗൾഫ് നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട്. നമ്മൾ അങ്ങോട്ടും പോകാറുണ്ട്. ചിലപ്പം രാഷ്ട്രത്തലവന്മാർ തമ്മിൽ അവർ കൂടിക്കാഴ്ച നടത്തുന്നത് രാത്രി 2 മണിക്കാണ്, 3 മണിക്കാണ്. അപ്പോൾ ഉറങ്ങണ്ടേ എന്നുള്ള ചോദ്യം. ഉറങ്ങാനല്ല മനുഷ്യൻ ജീവിക്കണത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഉറക്കമിളക്കാൻ ശീലിക്കണം. ഉറങ്ങാഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അതൊരു എന്താണ് ശാരീരിക പ്രശ്നമാണ്. പക്ഷെ നിങ്ങളുടെ ശരീരം വഴങ്ങണം. പരമാവധി ഉപയോഗിക്കുന്ന സമയം നന്നായിട്ട് റിച്ചായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. ഉറക്കം കുറച്ച് കൊണ്ടുവരിക, ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ പറഞ്ഞാണല്ലോ, അവർ ശീലിപ്പിച്ചതാണ്. കാരണം അവർ 12 മണി 6 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയാൽ വലിയൊരു ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യം ഭരിക്കണ ഒരാൾക്ക് പറ്റത്തില്ല, കാര്യങ്ങൾ നടക്കൂല, ഒക്കെ തടസ്സപ്പെടും. തുർക്കി പോലത്തെ യൂറോപ്യൻ, ഇപ്പം കണ്ടില്ലേ, നാറ്റോൻ്റെ യോഗം നടന്നത് തുർക്കിയിലാണ്. അവർ യൂറോപ്യൻ യൂണിയനിൽ കൂട്ടൂല എന്ന് പറഞ്ഞപ്പോൾ കൂട്ടേണ്ടി വന്നു. ഇനി അതൊക്കെ വേറെ രാഷ്ട്രീയമാണ്. കൂട്ടൂല എന്ന് പറഞ്ഞപ്പോൾ കൂട്ടേണ്ടി വന്നു. നാറ്റോൻ്റെ സമ്മേളനം അവിടെ വെച്ച് നടത്തേണ്ടി വന്നു. ആയുധ നിർമ്മാണ രംഗത്ത് ലോകത്തെ ഞെട്ടിക്കുന്ന പലതും അന്ന് അവർ സമ്മാനമായിട്ട് കൊടുത്തു, അമേരിക്കൻ പ്രസിഡന്റിനും മറ്റു പലർക്കും. ഇന്ന് ആയുധ മാർക്കറ്റിൽ ഇന്ന് വരെ ഇല്ലാത്ത പുതുപുത്തൻ സാധനത്തിൻ്റെ ചെറു രൂപമുണ്ടാക്കിയിട്ട് സമ്മാനം കൊടുത്തു. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള അതൊക്കെ ചിന്തിക്കുന്ന ഒരു വലിയ രാഷ്ട്രത്തലവനെ സംബന്ധിച്ചിടത്തോളം കിടന്നുറങ്ങാൻ പറ്റൂല. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാകാൻ പോകുന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റൂല. ഓമൻ, ഞാൻ പറയുന്നതല്ല, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമിൻ്റെ കവിതാ സമാഹാരങ്ങളിൽ പഠിച്ചിട്ടുണ്ടാകും. ഓമൻ തലബൽ ഉലാ സഹിറൽ ലയാലി, ഒമൻ തലബൽ ഉലാ സഹിറൽ ലയാലി, ഔന്നത്യം ആഗ്രഹിച്ചവൻ രാത്രികളിൽ ഉറക്കമിളച്ചിരിക്കും. രാത്രി ഉറക്കമിളക്കേണ്ടി വരും. സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് മോവങ്കത്തമാണ്, വളരെ ആത്മഹത്യാപരമാണ്. സമയം എന്ന് പറയുന്നത് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മക്കൾ സമയം നഷ്ടപ്പെടുത്തരുത്. ആരും ആവശ്യത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലപില പറഞ്ഞുകൊണ്ടിരിക്കരുത്. പകൽ സമയത്ത് എൻഗേജ് ചെയ്യാൻ ഉസ്താദന്മാരും ക്ലാസ്സും പിരീഡും, രാത്രി പിന്നെ വെറുതെ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക. അള്ളാൻ്റെ റസൂല് നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ മുസാമറ, രാത്രി കഥ പറഞ്ഞിരിക്കുന്നത് അള്ളാൻ്റെ റസൂല് മുടക്കിയിരിക്കണേ, തടഞ്ഞിരിക്കണ്. കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞിരിക്കണ്, പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞിരിക്കണ്, രാക്കഥ പറഞ്ഞിരിക്കരുത് എന്നും പറഞ്ഞിരിക്കണ്. ഒരുപാട് കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യരുത് എന്ന് പറഞ്ഞപ്പെട്ടാണ് മുസാമറ. സഹാബത്തിൻ്റെ ജീവിതം രേഖപ്പെടുത്തിയ ഹയാത്തു സഹാബയിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ സമയത്താണ് ചെല്ലുന്നത്. ഉമർ എന്നൊരു ദേഷ്യപ്പെട്ടു,
റളിയല്ലാഹു അൻഹു. ഈ സമയത്താണോ? രാത്രിയായ പിന്നെ അവന് കഥ പറഞ്ഞിരിക്കല, വർത്താനം പറയാൻ വരലൊക്കെ രാത്രിയാ. അപ്പം അദ്ദേഹം പറഞ്ഞു, ആഗതൻ പറഞ്ഞു, ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ വൈജ്ഞാനികമായ കാര്യമാണ്, കൂട്ടിക്കിഴിക്കലാണ്, വിശകലനമാണ്. എന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരം നീണ്ട് മുറുകി. പിന്നെ സമയം കടന്നു പോയതോ അറിഞ്ഞില്ല. അവർക്ക് ആകാശം ഒന്ന് വായിച്ചതൊന്നുമില്ല. ആകാശം നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആഗതം പറഞ്ഞു, നമ്മൾ നിസ്കരിച്ചില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് ശേഷമായിരിക്കുമല്ലോ ഇപ്പോൾ സംസാരം തുടങ്ങിയിട്ടുണ്ടാകുക. പിന്നെ നിസ്കരിച്ചില്ല പറഞ്ഞാൽ സുബൈയാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചില്ലല്ലോ എന്നർത്ഥം. നമ്മളെ സംസാരം നീണ്ടു, സുബൈ ബാങ്കിൻ്റെ സമയമായി, നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്താനുണ്ട്, അലസ്ന ഫീ സല, നമ്മൾ നിസ്കാരത്തിൽ തന്നെ ആയിരുന്നില്ലേ? അപ്പം നമ്മൾ വൈജ്ഞാനികമായ ചർച്ച, മസ്അല ചർച്ച, പാഠം പഠിക്കൽ, പരീക്ഷയ്ക്ക് വേണ്ടി പിന്നെ സ്റ്റഡി ലീവ് അതിൽ പഠിക്കൽ, അതൊക്കെ നിസ്കാരമാണ്. അത് സുന്നത്തായ നിസ്കാരമാണ്. അതിൽ വലിയ കൂലിയുള്ള തഹജ്ജുദ് നിസ്കാരം അതിനേക്കാൾ മുന്തിയ പണിയാണത്. അതിനു വേണ്ടി ഉറക്കിളക്കും ചെയ്യുക. യശക്കരിച്ച് വന്നപാട് ദേഷ്യപ്പെട്ട ആൾ പിന്നെ സുബൈ ആവോളം വർത്താനം പറഞ്ഞു എന്നാണ്. ഇതൊക്കെ ഹയാത്ത് സാഹിബിൻ്റെ കിതാബിലുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിനൊരു ചിട്ട വേണം. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ദിവസത്തെപ്പറ്റി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ മസ്ഊദി എന്ന് പറയുന്ന ചരിത്രകാരൻ മുറൂജുൽ ദഹബ് എന്ന ഗ്രന്ഥത്തിൽ, ചരിത്ര ഗ്രന്ഥമാണ്, വാല്യങ്ങളുള്ള, യൗമു മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ദിവസം, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ദിവസം. അതിങ്ങനെ ഞാൻ ആ റൊട്ടീൻ ഫുള്ള് പറയാൻ എനിക്ക് പറയാൻ പറ്റും, സമയമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ, ഒരു രാജാവാണ്, വലിയൊരു വിസ്തൃതമായ സാമ്രാജ്യത്തിൻ്റെ ഭരണാധിപനാണ്, ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധിപനാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് 30-40 കേസ് തീർപ്പാക്കും. എങ്ങനെയാണ്? ഭക്ഷണം കഴിക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു മേശയ്ക്ക് ഇരുന്നാൽ ഈ കേസ് പറയാൻ വന്ന ആളുകൾക്ക് ഒരു കസാല അവിടെ ഇടും. സെക്രട്ടറിമാർ കേസ് പഠിച്ചിട്ട് ഫയലൊക്കെ റെഡി ആയിട്ട് അവർ പിന്നിൽ നിൽക്കും. ഇത് മുആവിയ റളിയല്ലാഹു അൻഹു ഇവിടെ ഇരിക്കുന്നത്, ആ സാധു അടച്ചിട്ട് ഇത് മഹാരാജാവിൻ്റെ അടുത്താണ്. എന്താണ് ഇവൻ്റെ പ്രശ്നം? അപ്പോത്തിന് ഇവിടെ മറ്റാൾ ഫയൽ നോക്കിയിട്ട് വായിക്കും. അപ്പോൾ അവർ ഒറ്റ വാക്കിൽ അതിന് പരിഹാരം. അങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ച്, അപ്പോൾ ആളുകൾ ഇനിയിപ്പോൾ ഇത് മുആവിയത്തൊന്നും വരെ അടുത്ത് ഇരിക്കാൻ അവസരം കിട്ടിയതല്ല, കുറച്ചധികം ഇരുന്നാലും ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ പറയും മതിയാക്ക്, അടുത്ത ആൾക്ക് അവസരം കൊടുക്കുന്നു പറയും ആളോട്. അപ്പോൾ ഒരു ഉരുള 2 ഉരുള കഷ്ടിച്ച് കഴിച്ചെങ്കിലായി, അപ്പോത്തിന് രണ്ടാമത്തെ ആൾ. അങ്ങനെ ആശ്വാസത്തിൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ 30-40 കേസ് തീർപ്പാക്കും. അങ്ങനെയാണ് ഒരു ദിവസം ചെലവാക്കുന്നത്. അങ്ങനെയാണ് ഒരു ദിവസം ചെലവാക്കുന്നത്. ഇമാമിങ്ങളിൽ ഇമാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഒരു ഇമാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ബാത്റൂമിക്ക് പോകുന്ന സമയം ജോലിക്കാരുണ്ട്, ഭൃത്യന്മാരുണ്ട്. അവരിൽ ഒരാളോട് പറയും, ഞാൻ ബാത്റൂമിക്ക് പോകുന്ന സമയത്ത് നീ ഇന്ന കിതാബ്, ഇന്ന ഗ്രന്ഥം, ഇന്ന പേജ് തൊട്ട് വായിച്ചെന്നെ കേൾപ്പിക്കണം. കിതാബ് ഇട്ടാണ്ട് കക്കൂസിക്ക് പോയിക്കൂടെ? പാടില്ല. ഒന്നാമത്തേത് ദീനിൻ്റെ കിതാബാണ്, കക്കൂസിക്ക് കടത്താൻ പറ്റൂല. പിന്നെ രണ്ടാമത്തേത് അത് വൈദ്യശാസ്ത്രം പറയുന്നതാണ്. നമ്മൾ വായിക്കാനും ടെലിഫോൺ വെച്ച് ബാത്റൂമിൽ കിടക്കരുത്. ടെലിഫോണ് ബാത്റൂമിൽ കുറച്ച് സമയം ഇരിക്കും, അപ്പോൾ ടെലിഫോൺ നോക്കുക. അങ്ങനെ ടെലിഫോൺ നോക്കിയാൽ എന്താണ്? അത് കുറ്റം കിട്ടുന്നത് വേറെ കേസ്. അതേസമയത്ത് മനുഷ്യൻ്റെ ശോധനയെ അത് ദോഷകരമായിട്ട് ബാധിക്കും. ആ ശീലമുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് ശോധന കിട്ടൂല. അത് ഡോക്ടർമാർ പറയുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ ഇമാമിങ്ങളിൽപ്പെട്ട ഒരു ഇമാമ് ചെയ്യുന്നത് എന്താണ്? പുറത്തുനിന്ന് ഒരാളെ വെറുതെ, അങ്ങനെ ഇത് കേൾക്കണീന് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അപ്പോൾ അവിടെ ചിലവാക്കുന്ന ആ സമയം നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ദീനിൻ്റെ കിതാബ് ഉള്ളിക്ക് കടത്താൻ പാടില്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഉറക്കെ വായിച്ചു കൊടുക്കുക. അപ്പോൾ ആ ബാത്റൂമിലിരിക്കുന്ന സമയം പോലും പഠിക്കുക എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ കണ്ടുപിടുത്ത് പോയ സമയത്ത് നാട്ടുരാജാക്കന്മാർ പലരും പണ്ടാറപ്പെടുത്ത് പോയി കിട്ടിയെന്നുള്ളതിലേക്ക് വേഗം ഓടിച്ചെന്ന് അവരുപയോഗിച്ചെന്ന് ഓരോരോ കെട്ടിടങ്ങളുടെ അടുത്തേക്ക്. അതിൽ ഒരു നാട്ടുരാജാവ് കയറി ഒരു കെട്ടിടത്തിൽ ചെന്ന് ആദ്യം കണ്ട വാതിൽ തുറന്ന്, അപ്പോൾ അതിൽ കയറി വെക്കുമ്പോൾ അവിടെ അങ്ങനെ നല്ല ടൈലൊക്കെ വിരിച്ച് നല്ല പിന്നെ വസ്ത്രമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതിൻ്റെ പുറമ്പ് ബുക്ക് ഷെൽഫും ഉണ്ട്. അപ്പോൾ ഇയാളെ പിന്തുണക്കുന്ന ആൾക്കാരൊന്നും വേണ്ട, മഹാരാജാവേ ഇയാൾ എന്തേന്ന് ചോദിച്ചു. ഇത് കൊട്ടാരല്ല, ഇത് കൊട്ടാരത്തിൻ്റെ ബാത്റൂമാണ്, വലിയ കൊട്ടാരം ഇവിടെ ഉണ്ട്. അപ്പോൾ അയാളെ പറ്റിച്ചാനാണ് വിചാരിച്ചിട്ട് മൂപ്പര് അവിടെ തന്നെ ഇരുന്നു. എന്താ കാര്യം?
ബാത്റൂമിൽ അപ്പം മൂപ്പരുടെ ന്യായം ഇതാണ്, ബാത്റൂമിൽ ബുക്ക് ചെയ്താലും ഉണ്ടാവില്ലല്ലോ. മൂപ്പരുടെ ന്യായം അതാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ്, ഓരോരോ കൊച്ചു സംഭവങ്ങൾ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ബാത്റൂമിൽ ബുക്ക് ഷെൽഫ് ഒരുക്കിയിട്ട് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു ആരോഗ്യശാസ്ത്രം ഞാൻ പറഞ്ഞു, ഡോക്ടർമാർ പറയുന്നതാണ്. പക്ഷെ അങ്ങനെയൊക്കെ പല നിയമങ്ങളും തെറ്റിച്ച് എല്ലാ സമയവും ഉപയോഗിച്ച് പിന്നെ വലുതായ ആൾക്കാർ അവരാണ് വലുതായ ആൾക്കാർ, അങ്ങനെ വലുതാകാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കൂടിക്കാണുന്നതിൻ്റെ മെസ്സേജായിട്ട് 1ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രത്യേകിച്ചും മറ്റുള്ളവർ അവർക്ക് മാതൃകയാവണം. ഈ കോളേജിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയങ്ങളൊന്നും ഇവിടെ നഷ്ടപ്പെടരുത്. വേറെ പലതും നഷ്ടപ്പെട്ടോട്ടെ, നിങ്ങളുടെ സമയം നഷ്ടപ്പെടരുത്. അത് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കണം, നന്നായിട്ട് പഠിക്കണം, സംശയങ്ങളൊക്കെ തീർക്കണം. അത് ഉസ്താദന്മാരുടെ കടമയാണ്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോൾ ഞങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചോളി എന്നാണ് ഒന്ന് ചോദിച്ചാൽ അതങ്ങനെ കുത്തിരിക്കന്നെ. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഇല്ല, ലൈഫ് സ്കില്ലും ഇല്ല, ഒത്തുമില്ല, തനി സാധു ചെക്കന്മാരാണ്. പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന ഒരു വിഷയം ഏത് ഉസ്താദായിട്ടും കാര്യമില്ല, സംശയങ്ങളാണ് ചോദിച്ചിട്ട് അങ്ങോട്ട് പൂർത്തി മുട്ടിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആലത്തൂർ പഠിക്കാൻ ഓതുന്ന സമയത്ത് ഉമ്മുൽ ബറാഹീം അക്കീദൻ്റെ കിതാബാണ്. ഈ കിതാബ് ഞങ്ങൾ സുബഹിൻ്റെ ശേഷം തഫ്സീർ കഴിഞ്ഞാൽ പിന്നെ ഓതുന്ന കിതാബാണ്. ഈ തഫ്സീർ അതിനാകെ 1 മണിക്കൂർ ഒക്കെ സമയമുള്ളത്. ഇത് അക്കീദൻ്റെ വിഷയമാണ്. കിതാബാണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉസ്താദും ഞങ്ങളും കൂടി അങ്ങേയറ്റ സ്നേഹത്തിലും ഇഷ്ടത്തിലും വാദപ്രതിവാദമാണ്. 2-3 മണിക്കൂർ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് അവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ കഞ്ഞി വെക്കും. ആ കഞ്ഞി കുടിക്കാൻ അവിടെ കഞ്ഞി അങ്ങനെ നടത്തും. അവിടെ നിന്ന് ആൾ വരൽ തുടങ്ങും. ഉസ്താദാണെങ്കിൽ സാധു അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്. അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഅലി ദറജത, മൂപ്പരും അസ്വസ്ഥനാക്കും. അപ്പം പിന്നെ ഇനി നമ്മൾ നിർത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തി വെക്കലാണ്. അപ്പം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തർക്കിച്ചിട്ട് പൊട്ടതർക്കല്ല, പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ നെടുങ്ങോട്ടൂർ ഉസ്താദ് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഞങ്ങളിങ്ങനെ ഈ വിഷയം ഇങ്ങനെ പറയും, കുട്ടികളൊന്നും മർമ്മത്ത് ചോദ്യങ്ങൾ ചോദിക്കൂല, അവർക്ക് സമയം പിന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് മനസ്സിലായെങ്കിൽ 28 കൊല്ലമായിട്ട് അറബി ഭാഷ ഒന്നും അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. അത് ഇങ്ങോട്ട് ചോദിക്കരുത്, കാരണം ഈ ചോദ്യമില്ലല്ലോ. പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നെടുങ്ങോട്ടൂർ ഉസ്താദ് പറയുന്നത് അല്ലാഹു മഗ്ഫിർ ലഹു വർഹം മരിച്ചുപോയി. പിന്നെ കുട്ടികളോട് സംശയം ചോദിക്കാഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടും. മൂപ്പര് പറയാണ് എന്താ നിങ്ങൾ സംശയം ചോദിക്കാത്തത്? അപ്പോൾ ഒരു വിദ്വൻ ചോദിക്കുന്നത്, അല്ല ഉസ്താദേ, ഇപ്പോൾ അച്യുതാനന്ദൻ അന്ന് എവിടെ ആലപ്പുഴയിലോ അവിടെ എവിടെ നിന്നല്ലോ മലമ്പുഴയിൽ അച്യുതാനന്ദൻ മലമ്പുഴയിൽ ജയിക്കുമോ? ജമ്മുൽ ജവാമി കർമ്മശാസ്ത്രം, നിദാനശാസ്ത്രം, ഉസൂലുൽ ഫിഖ്ഹിൽ പിന്നെ അച്യുതാനന്ദൻ ജയിക്കുമെന്ന് ചോദിക്കൽ എന്ന് വെച്ചാൽ അതൊക്കെ അല്ലാതെ വേറെ ഒന്നും അറിയില്ല എന്നർത്ഥം. എന്താ ചോദിക്കാൻ അറിയണ്ടേ? അപ്പം ഞാൻ പറഞ്ഞതറിയോ, നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. ഈ സമയം ആണ്. ഇപ്പം ഞാൻ ഈ ഷെഫീഖിനെ ഇപ്പം ഒപ്പം കൂട്ടിയിരിക്കുന്നത് ഈ പഠിപ്പിക്കൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അബ്രോഡ് പിന്നെ ടീച്ചേഴ്സിനെ എല്ലാം കൂടി കോർത്തിണക്കിയിട്ട് സിസ്റ്റത്തിൽ പിന്നെ ഈ പ്രാക്ടിക്കൽ വർക്കുകൾ കൂട്ടാൻ പോവുകയാണ്. കൂട്ടാൻ തീരുമാനിച്ചാലേ തീരുമാനമാവുള്ളൂ. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ, ഞാൻ ഇതിന് ശ്രമിക്കാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമുള്ളൂ. മിനിഞ്ഞാന്ന് രാത്രി കാളികാവിൽ രാത്രി 12 മണി വരെ ലണ്ടനിൽ, UK നടത്തും. അതിൽ ഏത് പട്ടണം, ലണ്ടൻ പട്ടണമാണ് എനിക്ക് അറിഞ്ഞൂടാ. UK സയൻസ് പഠിപ്പിക്കുന്ന ഒരു വാഫി, മർക്കസിൽ നിന്ന് ഫിസിക്സ് പഠിച്ചതാണ്. പിന്നെ UK ചെന്ന് അവിടുന്ന് സയൻസിൽ PG ചെയ്തു. പിന്നെ അവിടുന്ന് 2 കൊല്ലം ദൈർഘ്യമുള്ള B.Ed ചെയ്തു. ഇനിയിപ്പോൾ അവന് ഏതോ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെണ്ണെട്ടാൻ വേണ്ടി നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരിക്കണേ, ഈജിപ്ത് ഓതിയ ആളാണല്ലോ. അപ്പോൾ ഫത്ഹുൽ മുഈന് നിങ്ങൾ ലണ്ടനിൽ പിന്നെ ഫിസിക്സ് പഠിപ്പിക്കണ മാതിരി എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് പിന്നെ എന്താ പറയുക, ക്ലാസ് നോട്ടല്ലാത്ത ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് അത് ശരിയാണ് നടക്കുമെന്ന് കണ്ടാൽ ഇൻഷാ അള്ളാഹ് CIC-യുടെ അധ്യാപകരെ ഉസ്താദന്മാരെ വിളിച്ചിട്ട് അവരുടെ ഡിസ്കസ് ചെയ്തിട്ട് ആ രീതിശാസ്ത്രം അവർക്ക് പറഞ്ഞു കൊടുക്കും. ഒരു ക്ലാസ്സിൽ 30 കുട്ടിയുണ്ടെങ്കിൽ, അത് പിജും പറഞ്ഞു, ഷെഫീഖും പറഞ്ഞു, 30 കുട്ടികളെ ഒരു ക്ലാസ് മുറിയിൽ വെച്ച് അവരുടെ പഠന നിലവാരത്തിനനുസരിച്ച് ബുദ്ധിശേഷിക്കനുസരിച്ച് 3 ഗ്രൂപ്പാക്കിയാൽ എങ്ങനെയാക്കിയ പൈസ അത് 3 ആളെ ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിക്കാൻ
പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇരിക്കുന്നത്. അപ്പുറത്ത് ഇപ്പറഞ്ഞ ബസ്താമി ഓൻ ലണ്ടനിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൻ പറഞ്ഞത് ചിലപ്പോൾ 3 അല്ല 4, 5 ഒക്കെ ആവും അത്രേ. കുട്ടികൾ അവരുടെ ബുദ്ധി അവർക്കിത് അവരാ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി അതൊക്കെ നോക്കിയിട്ട് ചിലപ്പം 3 ഗ്രൂപ്പ്, ചിലപ്പോൾ 4 ഗ്രൂപ്പ്, 5 ഗ്രൂപ്പ് ഒക്കെ ആക്കും. എന്നിട്ട് അവരെല്ലാവരും ഒരു ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ട് എല്ലാവർക്കും വെവ്വേറെ പഠിപ്പിക്കും. അതിനൊക്കെ മെക്കാനിസം ഉണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞെന്തറിയാം മക്കളെ, ഇവിടെ ഉസ്താദന്മാരുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളത് കേൾപ്പിക്കണത് നിങ്ങൾക്കും തന്നെ ഇത് കരയണ കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നല്ല ധാരണ ഈ വിഷയത്തിൽ വേണം. ഇവിടെ ഞാൻ ചൊറുക്കിന് പ്രസംഗിക്കാൻ വന്നതല്ല, എനിക്കതൊട്ട് അറിയില്ല. ഞാൻ ഇത് നിങ്ങളോട് തുറന്ന് പറയണം. നമുക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഇപ്പം ഈ പുതിയ കാലത്തെ പറ്റി നമ്മൾ പറയപ്പെടുന്നതും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും പഴയ കാലത്തെ മാതിരി കുട്ടികൾക്ക് പഠിക്കണില്ല വെച്ചാൽ പഠിക്കണില്ല എന്ന് ബുദ്ധിയില്ലല്ലോ. പഠിക്കണില്ല എന്ന് അറിഞ്ഞതിൻ്റെ അർത്ഥം പഠിപ്പിക്കണില്ല എന്നാണ്. പഠിക്കണില്ല എന്ന് പറഞ്ഞാൽ പഠിക്കണില്ല എന്നാണ്. പഠിക്കണില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പഠിപ്പിക്കണില്ല എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ വളക്കാൻ പറ്റും. എനിക്ക് നിങ്ങളെപ്പറ്റി നല്ല വിശ്വാസമുണ്ട്. ഞങ്ങളിത് പണ്ട് മർക്കസിൽ തുടങ്ങണ സമയത്ത് ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളെ വളച്ചാൽ വളയോൻ വളഞ്ഞത് ഏറിയിട്ടപ്പോൾ കുഴങ്ങിക്കുന്നത്. പാകപ്പെട്ട് വഴങ്ങുന്നത് കൂടിയിട്ടുള്ള കുഴപ്പമുള്ളൂ. വഴങ്ങും, നന്നാകും. പക്ഷെ നിങ്ങളത് അറിയണം. ഈ ജീവിതം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഞാൻ പറഞ്ഞ നീളും നീണ്ടുപോകും, നിർത്തണം. നിങ്ങൾ വിചാരിച്ച മാതിരിക്കല്ല ജീവിതം. ഏറ്റവും ചുരുങ്ങിയത് മരിച്ചു ചെന്നിട്ട് ജീവിക്കണം എന്നുള്ളത് ഏതായാലും തീർപ്പ് കുറച്ചത്. ഇവിടെ ജീവിക്കണ്ടേ. നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 2 മാസം മുമ്പ് വായിച്ചു, ചൈനയിൽ അവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും കൂടി 12,200 കോഴ്സുകൾ ഇല്ലായ്മ ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ. അപ്പം നമ്മൾ BA, BCom, BSc എത്ര അറിയാം? നമുക്ക് ഒരു ഡസൻ പറയാൻ പറ്റുമോ? ഇത് ഈ വലിയൊരു രാജ്യത്ത് 12,200 കോഴ്സുകൾ നിർത്തിവെച്ചു. എന്താ കാര്യം? ആ കോഴ്സ് പഠിച്ച ആളുകൾ ഇവിടെ ധാരാളം ഉണ്ട്. കുറേ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് ജോലി കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പം ഞാൻ കോഴ്സ് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അന്ന് ഇനിയിപ്പോൾ അടുത്ത പരിഹാരം എന്താണ്? അത് നിർത്തിയ പോരല്ലോ. 10,500 പുതിയ കോഴ്സുകൾ സൃഷ്ടിച്ചു. അത് AI-യുമായി ലിങ്ക് ചെയ്തുകൊണ്ടുള്ള, AI-യും കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന സമ്പ്രദായമുള്ള 10,500 കോഴ്സുകൾ പുതിയ സൃഷ്ടിച്ചു. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മളിങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നത്. ഇതുകൂടി പറഞ്ഞ് നിർത്താം. അത് മനസ്സിൻ്റെ വികാരം കൊണ്ട് ഇത് നിർത്താൻ തോന്നണില്ല. ഒരുപാടായിട്ട് നിർത്താൻ പറ്റുക. ഞാൻ നിൽക്കേ മാർഗം ഉണ്ടാവുള്ളൂ. ഒരു റീല് കണ്ട് ഒരു വലിയ രാജ്യമാണ്. അതിൻ്റെ ഇൻഫ്രയും റോഡൊക്കെ കണ്ടാൽ തിരിയല്ലോ. വലിയൊരു കെട്ടിടം. അപ്പം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് ചൈനയാണ്. അതിൻ്റെ വലിയ വിശാലമായ മുറ്റം, ഒരു 4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമൊക്കെ ഉണ്ടാവും. അജ്ജാതി വിശാലമായ മുറ്റം. അവിടെയൊക്കെ ആകെ ചെറുപ്പക്കാരുടെ, നിങ്ങളെ പ്രായക്കാർ ചെറുപ്പക്കാരുടെ തിരക്ക്. അപ്പം അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ആട് ബിരിയാണിയോ കോഴി ബിരിയാണിയോ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. നമുക്കതല്ലേ അറിയുള്ളൂ. ഒന്നുമല്ല. ഈ കുട്ടികളെല്ലാം കൂടി ലൈബ്രറിക്ക് കയറാൻ വേണ്ടിയിട്ട് തിരക്കൂടുകയാണ്. ക്യൂരങ്ങനെ അച്ചടക്കത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ അടി കൂടി ക്യൂ കുറേ ഇല്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും വെള്ളം കുടിക്കാനും കിടന്നെല്ലാം കൂടി ഒരു മൈതാനം മാതിരി, പൂരപ്പറമ്പ് മാതിരി എന്ന് പറയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളു കാട്ടി. ഈ ഉള്ളു പറഞ്ഞാൽ ഈ നമ്മളെ അവിടെ ഓരോ ബിൽഡിങ് 15 കിലോമീറ്ററൊക്കെയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ചൈനയിലൊക്കെ ഓരോ ബിൽഡിങ്ങിൻ്റെ നീട്ടം 10 കിലോമീറ്റർ 15 കിലോമീറ്ററൊക്കെയാണ്. അറ്റയ്ക്കാത്ത വലിയൊരു ബിൽഡിങ്. മേപ്പെട്ട് നോക്കിയാൽ കണ്ണ് മാളുക നല്ല ആകാശം മുട്ടയുള്ള വലിപ്പം. അപ്പോൾ അതൊക്കെ ഉസ്താദ് ഞങ്ങൾ തള്ളല്ലേ. അത്ര ഉയരത്തിലായൊരു കോണി വെച്ചാൽ കയറുക. അതിന് കോണിയുള്ള ആരോട് ആശ്രയിക്കണേ? നിങ്ങളെ കോണിക്ക് അടക്കം ഇവിടെ മുന്നിൽ നിന്നാണ് ഇങ്ങനെ അടിച്ചാൽ ഉദ്ദേശ കിതാബ് കൈക്കണ്ട് വരും. കോണി വെച്ച് മേപ്പെട്ട് കയറൊന്നും വേണ്ട. ലാലി അബുലുൽ അസ്ബാബ സമാവാത്തിയൊന്നും അവിടെ ഇല്ല. ഇത് ഏതാ രാജ്യം എന്നറിയങ്ങൾ ഉള്ളതാണെന്നറിയില്ല. ഇതിൽ വരുന്നതാണ്. ആശുപത്രിയിൽ പോകണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതിനെന്തേ ചെയ്യേണ്ടുള്ളൂ? തുറന്ന് വെച്ചാൽ ഒരു സ്ക്രീനിൽ പോയി നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ എത്ര ഉണ്ട്, പിന്നെ നിങ്ങളെ മറ്റെന്തൊക്കെ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ റിസൾട്ടായിട്ട് വരും. മനുഷ്യൻ പുരോഗമിച്ചിരിക്കണേ. ഇനി നമ്മളായിട്ട് ഇങ്ങനെ നിന്നാൽ ഏറ്റവും ചുരുങ്ങിയത് അവരൊക്കെ കക്കൂസ് കഴുകാമെന്ന് വിചാരിച്ചാൽ കക്കൂസ് കഴുകാൻ കക്കൂസ് പോലും കിട്ടൂല.
നഷ്ടം വരരുത് മക്കളെ. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക, ദീനും പഠിക്കുക, ദുന്യാവും പഠിക്കുക, നന്നായിട്ട് മനുഷ്യത്വം പഠിക്കുക, പിന്നെ ലൈഫ് സ്കില്ലുകളൊക്കെ വികസിപ്പിക്കുക, എല്ലാവരും കൂടി ഭയങ്കര ഇഷ്ടത്തിലാകുക, ഗുരുനാഥന്മാരൊക്കെ വല്ലാതെ ബഹുമാനിക്കുക, മാതാപിതാക്കളെയൊക്കെ വല്ലാതെ സ്നേഹിക്കുക, അവർക്ക് കയ്യോ കഴുകണ്ടി കാലോ കഴുകണ്ടി ചെയ്തിട്ട് പിന്നാലെ അവധി സമയത്ത് പോയി ചെന്ന് കൂടുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നല്ല പൗരന്മാരായി തീരുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.